ആദ്യം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ സ്വർണം വാങ്ങരുത്, വിദേശയാത്ര നടത്തരുത്, വർക്ക് ഫ്രം ഹോം മിക്കവാറും പ്രോത്സാഹിപ്പിക്കുക, പോരാത്തതിന് നിങ്ങൾ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, ഭക്ഷ്യ എണ്ണ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഇതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തിന്റെ ഈ സ്ഥിതി, അതായത് ലോകമെമ്പാടും ഇതേ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം യുദ്ധം നടക്കുകയാണ്, ഇറാനും അമേരിക്കയും തമ്മിൽ. സൗദി അറേബ്യ പോലും വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ്, UAE വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ്, അമേരിക്ക നട്ടം തിരിയുകയാണ്, ചൈനയിലാണെങ്കിൽ പെട്രോൾ വില കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് 140 കോടിയുള്ള നമ്മുടെ ആൾക്കാർ പെട്രോൾ ഇപ്പോഴും പഴയ വിലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനങ്ങൾ നടത്തി ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി തന്റെ പണി തുടങ്ങിയിരിക്കുന്നു. വമ്പൻ നീക്കങ്ങൾക്കായി അദ്ദേഹം 5 രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നമ്മളോട് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ടൂർ പോവുകയാണ് എന്നുള്ളത്. പ്രധാനമന്ത്രി ടൂർ പോകുന്നത് കൊണ്ടാണ് നിന്റെ തലയിൽ പാകിസ്ഥാന്റെ മിസൈൽ ഓപ്പറേഷൻ സിന്ദൂറിൽ വന്ന് പതിക്കാതെ S-400 അവിടെ സംരക്ഷിച്ച് നിർത്തിയത് എന്നീ മണ്ടനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്തായാലും ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ പ്രബുദ്ധതകൾക്കിടയിൽ ഇന്ത്യ നയതന്ത്രപരമായ പിടി കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത്. അടുത്ത വെള്ളിയാഴ്ച മുതൽ 5 രാജ്യങ്ങളായി 6 ദിവസത്തെ സുപ്രധാന പര്യടനത്തിനായി അദ്ദേഹം പുറപ്പെടും. പ്രതിരോധം, ഊർജ്ജം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധങ്ങളെ പുതിയ ഉയരത്തിലെത്തിക്കുന്നതിനുള്ള തന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ ഈ വേളയിൽ നടക്കും. പ്രധാനമന്ത്രി മോദിയുടെ 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ പര്യടനം UAE-യിൽ നിന്നാണ് പ്രധാനമായിട്ടും ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ സന്ദർശനങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ്. 5 രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. UAE-യും ഇന്ത്യയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുകയും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുകയുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് UAE എന്നും 4.5 ദശലക്ഷം ഇന്ത്യക്കാർ അവിടെ താമസിക്കുന്നുണ്ടെന്നും അവരുടെ ക്ഷേമത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അന്വേഷിക്കുകയും ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ മെയ് 15 മുതൽ 17 വരെ പ്രധാനമന്ത്രി നെതർലാൻഡ്സ് ആണ് സന്ദർശിക്കുന്നത്. അവിടെ അദ്ദേഹം രാജാവ് വില്യം അലക്സാണ്ടറെയും പ്രധാനമന്ത്രി റോബ് ജെറ്ററിനെയും കാണും. ഇതിനിടയിൽ പ്രതിരോധം, ഗ്രീൻ ഹൈഡ്രജൻ, സെമി കണ്ടക്ടറുകൾ, നവീകരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയും പ്രധാനമന്ത്രി ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.